നമസ്കാരം. ഇന്ന് ബഡ്ജറ്റ് റിലീസ് ചെയ്ത ദിവസമാണ്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് NDA ഗവൺമെൻറ് മൂന്നാം ടൈമിൽ വന്നിട്ട് ആദ്യത്തെ ബഡ്ജറ്റാണ് നമുക്കുണ്ടായത്. നിർമ്മലാ സീതാരാമൻ്റെ 8ാമത്തെ ബഡ്ജറ്റ് നടത്തിയ ഒരു ദിവസം വരുന്നു. സാധാരണ 2 മണിക്കൂർ കൂടുതലൊക്കെ ആളുടെ ബഡ്ജറ്റ് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരു 1 hour 15 minutes അങ്ങനെയൊക്കെ ഇതിൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്ന് ഇത് സംസാരിക്കാനായിട്ട് ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു പെൻഡാടിയിൽ നിന്ന് 2ാമത്തെ ആളാണ് മണി ടോക്സിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ളത്. മഞ്ചേഷ് പെൻഡാട്ടിൽ ഒത്തിരി വീഡിയോസ് നമ്മുടെ ഓരോ ചാനലുകളിലും ചെയ്യാറുണ്ട്. മഞ്ചേഷ് പെൻഡാട്ടിലെ പ്രൊഡക്റ്റ് മാനേജറാണ്. നമുക്ക് ഓരോ ഇക്വിറ്റിയിലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും ഇൻഷുറൻസിലും എല്ലാത്തിലും നമുക്ക് ഒത്തിരി റിസർച്ചുകൾ ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ ടീം മെമ്പേഴ്സ് പലപ്പോഴും ഓരോ ടൈമിലും നമുക്ക് കസ്റ്റമറിനായിട്ടൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ആ ഇൻഫോർമേഷനാണ് ഭയങ്കര ഹാൻഡി ആവാറ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ ഹെഡ് ചെയ്യുന്നതാണ് മഞ്ചേഷ്. അപ്പോൾ മഞ്ചേഷിന് വെൽക്കം. മഞ്ചേഷിന് ഇനി മഞ്ചേഷിന് എനിക്ക് തോന്നുന്നു പെൻഡാട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും മഞ്ചേഷിനെ എന്നേക്കാളും കൂടുതൽ അറിയാൻ പറ്റും. കാരണം ഞാൻ പെൻഡാഡിൽ വീഡിയോ ചെയ്യാറുള്ള മഞ്ചേഷാണ് വീഡിയോ ചെയ്യാറ്. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓവർ എ ഡിക്കേറ്റ് ഓഫ് എക്സ്പീരിയൻസ് മഞ്ചേഷിന് ഉണ്ട്. അപ്പോൾ ഇവൻ മാർക്കറ്റിൽ ഒത്തിരി നന്നായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഒരു സ്വന്തമായിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു വ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനൊത്തിരി മഞ്ചേഷിനെ നിന്ന് മാർക്കറ്റിൻ്റെ കേസിൽ പഠിക്കാറുണ്ട്. അപ്പോൾ താങ്ക് യു ആൻഡ് വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് ബഡ്ജറ്റിനെ കുറിച്ചിട്ട് പറയുമ്പോൾ മഞ്ചേഷ് എന്താണ് നമ്മൾ ബേസിക്കലി ഒരു കോൺവെർസേഷൻ ആയിരിക്കും. അപ്പോൾ ബഡ്ജറ്റിൽ ഇന്ന് എന്ത് സംഭവിച്ചു, ഇതെങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ നല്ലതാണോ, ഒരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ നല്ലതാണോ, സാധാരണക്കാരന് പൈസ വല്ലതും കയ്യിലിരിക്കുമോ, ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കുകയാണ്. ഒരു പൊളിറ്റിക്കലിനേക്കാളും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഞ്ചേഷിന് ഫസ്റ്റ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ബഡ്ജറ്റ്? ശരിക്കും ഒരു ജനപ്രിയ ബഡ്ജറ്റാണ്. ജനപ്രിയ ബഡ്ജറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മിഡിൽ ക്ലാസ്സിനൊക്കെ സന്തോഷം തോന്നാവുന്ന ഒരു ബഡ്ജറ്റാണ്. ഓക്കെ. പ്രധാനമായിട്ടും ടാക്സ് എല്ലാവരും ചെറിയ ഇളവാണ് പ്രതീക്ഷിച്ചത്. പ്രത്യേകിച്ച് നിർമ്മലാ സീതാരാമൻ ഒരു കർക്കശക്കാരിയാണെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ചെറിയതായിട്ട് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. മിക്കവാറും 3 ലക്ഷം എന്നുള്ളതൊക്കെ ചെറിയ ഒരു എമൗണ്ട് പഴയ സ്കീമിൽ ഓൾഡ് റെജീമിൽ വരുത്തും. അല്ലെങ്കിൽ 7 lakhs എന്നുള്ളത് 8 lakhs 10 lakhs ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത് സർപ്രൈസായിട്ട് ഒരു 12 ലക്ഷത്തിലേക്ക് അത് കൂട്ടിയതും പിന്നെ ഒരു സ്ലാബ് കൊണ്ടുവന്നതും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പുതിയ ബില്ല് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞതുമൊക്കെ സർപ്രൈസാണ്. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പണം വരുമ്പോൾ അത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും സർക്കാരിനെ ഇങ്ങനെ ചിന്തിപ്പിച്ചത് കഴിഞ്ഞ നമ്മുടെ ഫെസ്റ്റിവൽ സീസണിലൊക്കെ ആൾക്കാർ വളരെ കുറച്ച് കാശ് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ സ്പെൻഡ് ചെയ്തത് കമ്പനികളുടെ റിസൾട്ടിൽ അത് റിഫ്ലക്റ്റ് ആയി. ആദ്യത്തെ ക്വാർട്ടറിൽ 2 ഡിജിറ്റൊക്കെ നല്ല റിസൾട്ട് പ്രഖ്യാപിച്ചവർക്ക് പലപ്പോഴും സിംഗിൾ ഡിജിറ്റിലേക്കോ അല്ലെങ്കിൽ നഷ്ടത്തിലേക്കോ ഒക്കെ വന്നു. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഏതാണ്ട് 26,200 ലെവലിൽ നിന്ന് ഒരു 3000 പോയിന്റോളം മാർക്കറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ആൾക്കാരുടെ കൺസംഷൻ കൂട്ടണം എന്നുള്ളൊരു ധാരണയിലായിരിക്കണം ഈ ബഡ്ജറ്റ് കൂടുതൽ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ജനപ്രിയ ബഡ്ജറ്റാണ്. പ്രത്യേകിച്ച് കൃഷിക്കാർക്ക്, യുവാക്കൾക്ക് അത്തരത്തിലാണ് ബഡ്ജറ്റ്. MSME സെക്ടറുകൾ, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ കൂടുതൽ ആനുകൂല്യം വരത്തക്ക രീതിയിലുള്ളൊരു ബഡ്ജറ്റാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. നമ്മൾ പഴയ ഇതിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൽ ഇതിലാണെങ്കിൽ പഴയതിലൊന്നും വരുത്തിയിട്ടില്ല, പുതിയതിൽ മാത്രമേ ഇത് വരുത്തിയിട്ടുള്ളൂ. പണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ 0 to 3 ആയിരുന്നു, ഇതാകുമ്പോൾ 0 to 4 എന്നുള്ള രീതിയിൽ. അപ്പോൾ 4 lakhന് താഴെയുള്ളവരാണെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യുക പോലും വേണ്ട. പിന്നെ ഓരോ 4 lakhലും 5% എന്ന് പറഞ്ഞ് സ്ലാബ് ഉണ്ട്. അപ്പോൾ പക്ഷേ 12 ലക്ഷം വരെ അല്ലെങ്കിൽ 12,75,000 രൂപ വരെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ 75,000 കൂടിയും കൂട്ടി നോക്കണമെങ്കിൽ അത്രയും രൂപയുള്ള സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ടാക്സേ കൊടുക്കണ്ട, വേണ്ട. പക്ഷേ 13 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഈ സ്ലാബ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 13 ലക്ഷം ഏകദേശം 75,000 രൂപ ലാഭിക്കാൻ പറ്റും. അതിൽ താഴെയാണെങ്കിൽ 75,000 ലാഭിക്കാൻ പറ്റും. പക്ഷേ 13 ലക്ഷത്തിന് 12.25 കൂടുതലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചെയ്യേണ്ടതായിട്ട് 4 ലക്ഷം വരെ ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 4 ലക്ഷം വരെ ഫയൽ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് നല്ലതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തോന്നുന്നു ഇതിൻ്റെ പേരിൽ തന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം കോടിക്കടുത്ത് രൂപ ടാക്സ് കളക്ഷൻ എന്നുള്ള രീതിയിൽ കുറയും. പക്ഷേ ചിലപ്പോൾ ആൾക്കാർ ഇത് സ്പെൻഡ് ചെയ്യണതിൻ്റെ പേരിൽ ഇൻഡയറക്റ്റ് ടാക്സിൽ അത് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ 2.5 ലക്ഷം രൂപ RBIയുടെ ഒരു ഇൻസെൻറ്റീവായിട്ട് കിട്ടുന്നുണ്ട്. ലിക്വിഡിറ്റി അപ്പോൾ കൂടും. അപ്പോൾ ഇത്തരത്തിൽ കോമ്പൻസേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അപ്പോൾ നമുക്ക് ഇനി മ്യൂച്വൽ ഫണ്ടിലൊക്കെ കുറേ
എന്താ പറയുക കൺസംഷൻ തീം വെച്ചിട്ട് തീം വരും. NFOs വരാൻ ഇനിയും ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് വന്ന NFO കുറച്ചുകൂടെ സെല്ലിങ്ങിലേക്ക് വരും. ഇപ്പോൾ ഡിഫൻസ് സെക്ടർ ഡിഫൻസിലേക്ക് കൂടുതൽ പൈസ, ഡിഫൻസിലേക്ക് ശരിക്കും പണം വരുന്നുണ്ട്. അലോക്കേഷനകത്ത് ഒരു പണം വരുത്തുന്നതായിട്ടാണ് ഏറ്റവും കൂടുതലായിരിക്കണം. അതെ, ഡിഫൻസിലേക്കാണ്. പക്ഷേ പ്രഖ്യാപനത്തിൽ ഡിഫൻസിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഡിഫൻസിന്റെ സ്റ്റോക്കുകൾ ഇന്ന് റെയിൽവേ സ്റ്റോക്കുകളായാലും മിക്ക ഒരു 5 to 8% റെയിൽവേ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. പക്ഷേ റെയിൽവേയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെ നല്ല രീതിയിൽ നവീകരിക്കുക, ഒരുപാട് വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവരിക, പ്രത്യേകിച്ച് റെയിൽവേയുടെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് കവച് എന്നൊക്കെ പറയുന്നതൊക്കെ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒരു പ്രഖ്യാപനം ബഡ്ജറ്റ് വരാത്തതിന്റെ ഒരു ക്ഷീണം ഇത്ര സ്റ്റോക്കുകളിൽ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഓടിപ്പോയിട്ട് ഡിഫൻസ് സ്റ്റോക്ക് ഇപ്പോഴും ഫേവറബിൾ ആയിരിക്കും. ഇപ്പോൾ വാലുവേഷൻ വൈസ് ഒക്കെ കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറകെ പോയത് എയറോനോട്ടിക്സ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിലയൊക്കെ പകുതി ആയിട്ടുണ്ട്. ഇപ്പം 5000-6000 പോയതൊക്കെ വീണ്ടും പകുതി 3000-ലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈവൻ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാനുഫാക്ചറിങ്ങിന് നല്ലൊരു പുഷ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈവൻ ഇപ്പോൾ ഒരു ചൈനയ്ക്ക് പുറത്ത് ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് എന്നുള്ള രീതിയിൽ ഇന്ത്യനെ കാണിക്കാനായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ ടോയ്സ് നിർമ്മാണത്തിൽ ഇന്ത്യയിൽ ഒന്നാമത് കൊണ്ടുവരും എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചൈനയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരും റോ മെറ്റീരിയലിനാണെങ്കിൽ തന്നെ ചൈനയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം എല്ലാവരും നേരിടുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയൊക്കെ ആണെങ്കിൽ തന്നെ എന്തേലും അമേരിക്കയ്ക്ക് ചൈനയ്ക്കെതിരെ നടപടിയെടുക്കാൻ പറ്റാത്തത് ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ അവരാണെന്നുള്ളതാണ്. അപ്പം മൊത്തത്തിലൊരു യുദ്ധം വേണ്ടെന്ന് വെച്ചാലും ഈ ട്രേഡ് വാർ ഇനി ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചൈന +1 എന്നുള്ള രീതിയിൽ ഗ്ലോബൽ ആയിട്ട് നമ്മളെ നോക്കുന്നുണ്ട്. പക്ഷേ +1 എന്നുള്ള രീതിയിലല്ല ശരിക്കും ഗ്ലോബൽ നോക്കുന്നത്. അവർ വിയറ്റ്നാമും അങ്ങനെയുള്ള കൺട്രികളിലൂടെ നോക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ളതും തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുള്ളതും ഒക്കെ ആയതുകൊണ്ട് ഇന്ത്യ ആർക്കും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇപ്പോൾ ഇന്ത്യയുടെ സ്കോപ്പ് ഇപ്പോഴും അവിടെ തുറന്ന് തന്നെ കിടപ്പുണ്ട്. നമുക്കൊരു ചൈന +1 വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ഇപ്പം മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ, അതുപോലെ ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ വരും. EV അതിൻ്റെ ടാക്സുകളൊക്കെ കുറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓട്ടോ സെക്ടറിന് മെച്ചമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇത്തരമുള്ള സെക്ടറുകളിലൂടെ ഒക്കെ നോക്കി വെക്കാം. അപ്പോൾ ഓട്ടോയിലൊക്കെ ഇനിയും വരാൻ സാധ്യത വില കുറയും. വില കുറയും. പിന്നെ സ്റ്റോക്കിലും നമുക്കൊരു അപ്രിസിയേഷനൊക്കെ നമുക്ക് നോക്കി വെക്കാം. ഇപ്പോൾ ഉള്ള ഈ കൺസംഷൻ്റെ, അതായത് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ കിട്ടിയ ഇളവ് നാളെയോ അല്ലെ അടുത്ത ആഴ്ചയോ വരത്തില്ല. നമുക്കൊരു ഇത് പിന്നെ ഡെഫിനറ്റ്ലി ആളുകൾ കാർ ലോൺ എടുക്കാൻ തുടങ്ങും. അതെ, എനിക്ക് തോന്നുന്നു ഇനി ഫിനാൻഷ്യൽ പ്ലാനിങ് കുറച്ചുകൂടി കൂട്ടേണ്ടിരുന്നുണ്ട്. ഇതിനൊരു മോശം വശത്തോടുണ്ട്. ആൾക്കാർ ഇനി സേവ് ചെയ്യുന്ന ചിലപ്പോൾ കുറയ്ക്കാൻ. അത് എനിക്ക് തോന്നുന്നു സ്പെൻഡിങ് കൾച്ചറിലേക്ക് ഭയങ്കരമായിട്ട് കൂടി പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇനി ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നിടത്ത് എങ്ങനെ ബഡ്ജറ്റ് ചെയ്യാന്നുള്ളത്. കാരണം പണ്ട് നിർബന്ധിച്ച് ELSS-ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പലരും തയ്യാറാവുമായിരുന്നു. ഇപ്പൊ അതുമില്ല. ഈവൻ യൂലിപ്പിലാണെന്നുണ്ടെങ്കിൽ പണ്ട് 2.5 ലക്ഷം രൂപ വരെ ക്യാപിറ്റൽ ഗെയിൻ്റെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത വർഷം തൊട്ട് അതില്ല. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത എന്താണ് ഇപ്പോൾ ഇനി അടുത്ത കുറച്ച് ദിവസത്തേക്ക് ഇനി പലവരും ഇൻഷുറൻസ് ഏജൻസ് കസ്റ്റമറെ വിളിച്ച് പറയും, ഈ ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ 2.5 ലക്ഷത്തിന് ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്ന പറഞ്ഞിട്ട് ആൾക്കാർ ചിലപ്പോൾ ചെയ്യാം. വരുന്ന 2 മാസം. അപ്പോൾ അതൊക്കെ ഒരു മിസ്സെല്ലിൽ ആൾക്കാർ പെടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഭയങ്കരമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി SME ഇതിലേക്കൊക്കെ കുറേ ഫണ്ടിങ്ങിൻ്റെ കേസിലൊക്കെ ഇപ്പോൾ ക്രെഡിറ്റ് കുറേ കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുവന്നു. നമ്മൾ ലോൺ ഒക്കെ കിട്ടുന്നത് ഇപ്പം നമ്മൾ ഈട് കൊടുക്കാതെ ലോൺ കിട്ടുന്ന അത്തരം ഇതൊക്കെ ഡബിൾ ചെയ്തു. അപ്പോൾ ആദ്യം 2 ലക്ഷം, മുമ്പിലത്തെ വർഷം 2 കോടിയായിരുന്നു, 5 കോടിയായി, ഇപ്പോൾ അത് 10 കോടിയായി. അതുപോലെ സ്റ്റാർട്ടപ്പിനൊന്ന് 10 കോടി എന്നുള്ളത് 20 കോടിയായി. അപ്പോൾ ഇവരൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത്യാവശ്യം വളരെ സഹായകരമാണ്. ഇതൊക്കെ കൂടുതലും നമ്മുടെ ആൾക്കാരുടെ കയ്യിലേക്ക് പണം വരാനുള്ള ഒരു സഹായകരമായ കാര്യമാണ്. ആൾക്കാരുടെ പണം വരുമ്പം ബാങ്കിൽ പണം വരും. ബാങ്കിൻ്റെ ലിക്വിഡിറ്റി ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. അപ്പോൾ ശരിക്കും നമുക്കൊരു സ്റ്റിമുലസ് എന്ന് വേണേൽ പറയാം. അത് പണം മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിലേക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ ശരിക്കും RBIയുടെയും കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ
ഈ ഡയറക്റ്റ് ടാക്സും കുറച്ചതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഒരു 2.5 ലക്ഷം കോടിക്കടുത്ത് രൂപ സ്റ്റിമുലസ് ആയിട്ട് വന്ന ഒരു എഫക്റ്റ് ചിലപ്പോൾ ഉണ്ടാവാം. എഫക്റ്റാണ് ശരിക്കും സർക്കാരിനെ അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇരുത്തി ചിന്തിച്ചതായിരിക്കും. കാരണം നമുക്ക് ഇൻകം ടാക്സിൻ്റെ കളക്ഷൻ ഒരു 23% നേരത്തെക്കാളും കൂടുന്നുണ്ട്. പക്ഷേ GST കളക്ഷൻ വിചാരിച്ചത്ര കൂടുന്നില്ല. 18%. അതിപ്പോൾ മൊത്തം സർക്കാർ പിരിച്ചെടുക്കുന്നത് മന്ത്ലി ഒരു 1.7 lakhs crore rupees. അത് ഒരു സ്റ്റേബിളായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. കുറച്ചാളായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുക. അപ്പോൾ അതൊരു ഒരു പരിധിക്കപ്പുറം വർദ്ധിക്കാത്തതും ഒക്കെ ഒരു അപ്പോൾ ഈ GST കളക്ഷൻ കുറയുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് ആൾക്കാരുടെ കൺസംഷൻ കുറയുന്നതായിട്ടാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇപ്പോൾ ഫുഡ് ഡെലിവറി അതേമാതിരി ചെറിയ FMCG കമ്പനികൾ അതൊക്കെ ചിലപ്പോൾ ഇനി നന്നായിട്ട് വരും. പ്രത്യേകിച്ച് ഈ അത്തരം ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അല്ല അത്തരം ആൾക്കാർക്കുള്ള ഒരു കരുതൽ എന്നുള്ള രീതിയിൽ അവരെയും ഒരു കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൂടെ ട്രെയിനിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മെഡിക്കൽ സീറ്റുകൾ നല്ല രീതിയിൽ ഒത്തിരി എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി ഫാർമേഴ്സിന് വേണ്ടിയിട്ട് കുറേ ഒരുപാട് കാര്യങ്ങൾ 1.7 crore ഫാർമേഴ്സിന് ഇതിൻ്റെ ആനുകൂല്യം കിട്ടത്തക്ക രീതിയിലുള്ള ചെയ്യുന്നുണ്ട്. അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ 1-2 ഫെർട്ടിലൈസർ പ്ലാന്റുകൾ പ്രത്യേകിച്ച് ആസാം ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ തൊഴിൽ ഒക്കെ കൂടുന്ന ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തൊരു പോരായ്മ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഇപ്പം ക്യാപെക്സ് കഴിഞ്ഞ പ്രാവശ്യം 11,11,000 അത്രയും കോടി രൂപ സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഡിസംബർ വരെ അതിൻ്റെ 50% ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് 50% ചെയ്തത് ഒരുപക്ഷെ നമ്മൾ ഇലക്ഷൻ കൊണ്ടാണ് ഒക്കെ എന്ന് പറയാം. എങ്കിൽ പോലും ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ ഇത് ഗണ്യമായിട്ട് കൂടിയിട്ടില്ല. ശരിക്കും 5.6 lakh crore ചിലവാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതൊരു പോരായ്മയായിട്ടൊക്കെ വേണേൽ നമുക്ക് പറയാം. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പരിധി വരെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു ഈ ടാക്സിൻ്റെ എക്സംഷനൊക്കെ ഇവിടെ സാധിച്ചേക്കാം. പിന്നെ അതുകൂടാതെ തന്നെ ഗ്ലോബലി ഉണ്ടാകുന്ന ഇപ്പോൾ ട്രംപിൻ്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതും ചൈനയായിട്ടുള്ള വാറിൻ്റെ പ്രശ്നങ്ങൾ, ഈ ട്രേഡ് വാറിൻ്റെ പ്രശ്നങ്ങൾ, യുക്രൈൻ യുദ്ധം, പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്, ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ അങ്ങനത്തെയൊക്കെ വരുന്നതുകൊണ്ട് കൂടുന്നതൊക്കെ നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഇത്രയും പ്രശ്നത്തിനിടയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഗ്രോത്തിനെ അത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ GDPയുടെ ഗ്രോത്ത് 6.5 അല്ലെ 4%. IMFും വേൾഡ് ബാങ്കും ഒക്കെ അതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ ലെവലിലേക്ക് തന്നെയാണ് RBI ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ലോകത്തിലെ മറ്റുള്ള ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും മോശമല്ല, നല്ലത് തന്നെയാണ്. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ പല മടങ്ങ് വലിയ എക്കോണമി ആണെങ്കിൽ പോലും അവർ 2.25% ഉള്ളൂ. ചൈനയാണ് ഒരു 4% ഒക്കെ ഉള്ളൂ. ബാക്കി ജർമ്മനി അങ്ങനെയുള്ളതൊക്കെ ജപ്പാനും ഒക്കെ 1% താഴെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ വലിയ ഒരു എക്കോണമി, നന്നായിട്ട് വളർച്ചയുള്ള ഒരു എക്കോണമിയാണ്. പക്ഷേ എങ്കിലും മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ ഈ ഹൗസിംഗ് പരമായിട്ടുള്ള കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതൊക്കെ ശരിക്കും അങ്ങനത്തെ കമ്പനികൾക്കൊക്കെ ഭയങ്കര ഒരു ഇപ്പോഴും മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ അത്യാവശ്യം ഏറ്റവും കൂടുതൽ ക്യാപെക്സ് ചിലവാകുന്ന അവിടെയാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കടമുണ്ടെന്നൊക്കെ ആൾക്കാർ ആ പരാതി അങ്ങനെ ഒരു പ്രശ്നം ആയിട്ടൊക്കെ തോന്നിയെങ്കിൽ നമുക്കിപ്പോൾ സെറാമിക്സ് അല്ലെ സിമെൻറ്റ് കമ്പനി, പെയിൻറ്റ് കമ്പനി, ഇപ്പം ഇതൊക്കെ ഇതിൻ്റെ പരോക്ഷമായിട്ട് ഇതിൻ്റെ മെച്ചം കിട്ടുന്ന കമ്പനികളൊക്കെയാണ്. അപ്പോൾ നല്ലൊരു പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ബഡ്ജറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എക്സ്പെക്ടേഷൻ പറയണമെങ്കിൽ ഒരു മോശം ബഡ്ജറ്റ് അല്ലെങ്കിൽ തന്നെ നല്ല ബഡ്ജറ്റ് ആവുന്നുള്ള മട്ടിലാണ് ആൾക്കാർ ചിന്തിച്ചിരുന്നത്. കാരണം ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് വേണേൽ പറയാം. പൊളിറ്റിക്കൽ അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന്. പിന്നെ ബീഹാറിനൊക്കെ കൊടുത്തു എന്നൊക്കെ പൊളിറ്റിക്കലി നമുക്ക് പറയാമെങ്കിൽ പോലും ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും കോമൺ മാന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ഇടാം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പോൾ കേരളത്തിന് എന്ത് കിട്ടി അല്ലെങ്കിൽ തമിഴ്നാടിന് എന്ത് കിട്ടി അങ്ങനെ ചിന്തിക്കുന്നതിനപ്പുറം കോമൺ മാന് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുമ്പോൾ നമ്മളെ പരിഗണിക്കുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതലും എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറേ പല സെക്ടറുകളിലും ഇത്ര എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ നന്നായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു സാധാരണ ആൾക്കാരുടെ അടുത്ത് പൈസ വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ എനിക്ക് നമുക്ക് എപ്പോഴും നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രശ്നം നമുക്ക് GDP ഒക്കെ വലുതാണ്, പക്ഷേ പെർ ഹെഡ് GDP ഭയങ്കര കുറവാണ്. പോപ്പുലേഷനും ഒരു കാരണമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പെർ
പെർ ക്യാപിറ്റ GDP വെച്ച് നോക്കുമ്പോൾ അതെ ഒരു 6 times ഒക്കെ ആയിക്കഴിഞ്ഞാലേ ഇപ്പോഴത്തെ ടാക്സ് ബ്രാക്കറ്റിൽ പെടുള്ളൂ. അതെ അപ്പോൾ ഒരു ആവറേജ് ആൾക്കാരുടെ ഒരു ടാക്സ് പേയബിളിൻ്റെ ഒരു ലൈബിലിറ്റി അവിടെ ഭയങ്കരമായിട്ട് കുറയണം. അതോടൊപ്പം ഡെഫിനറ്റ്ലി ഇവരുടെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് സ്പെൻഡ് ചെയ്യും. അത് നല്ലൊരു രീതിയിൽ പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ, കാരണം അവിടെ ഒരു 6 ലക്ഷം തൊട്ട് 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം എന്നൊക്കെ ഉള്ളൊരു ശരാശരി സാലറിയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ബെനിഫിഷ്യൽ ആവും ബഡ്ജറ്റ്. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു ഓൾഡ് റെജീം എടുക്കണോ വേണ്ടേ എന്നുള്ളതിൻ്റെ കേസിൽ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കേസാണ്. കാരണം ഇതൊരു ഭയങ്കര അനുകൂലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ടുവന്നിട്ട് അടുത്ത പ്രാവശ്യം നടത്തണം ഇനി ഓൾഡ് റെജീമിൽ പോകണ്ടേന്ന് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഭയങ്കര ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ, ആ റിബേറ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ആനുകൂല്യമാണ്. പക്ഷേ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴെന്ന് വെച്ചാൽ റിബേറ്റിന് മുകളിലായി കഴിഞ്ഞാൽ ശരി ആ സ്ലാബ് അപ്ലൈ ആണെന്നുള്ളതാണ് ഭയങ്കര ഒരു കാര്യം. എന്താ മഞ്ചേഷ് പറയാൻ പോയത്? അല്ല, ഇത് ശരിക്കും അത് നമ്മൾ ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ട് നോക്കി ചെയ്യുന്നതാണ് അത് നല്ലത്. അല്ലെങ്കിൽ രണ്ട് രീതിയിലും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് പറ്റുന്ന ഏതാണ്, നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഏതാണ് എന്ന്. ഓക്കെ, ഈ ബഡ്ജറ്റിൽ മഞ്ചേഷിൻ്റെ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഇൻഫ്ലേഷന് എന്തെങ്കിലും ഇൻഫ്ലേഷൻ കൂടുമോ? ഇപ്പോൾ ഇൻഫ്ലേഷൻ കൂടും. ഇപ്പം പൊതുവേ മൊത്തത്തിൽ ഒരു കൺട്രോളാണ് ഇൻഫ്ലേഷൻ എല്ലായിടത്തും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും പുറത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം കൺട്രോളാണ്. പക്ഷേ ഇത് ചെറിയ രീതിയിൽ ഇതിന് മാറ്റം വരാം. കാരണം സ്പെൻഡിങ് കൂടുമ്പം മാറ്റം വരാം. അപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ അതിനുള്ള നടപടികൾ. റേറ്റ് കട്ട് വരുമോ ഇനി? റേറ്റ് കട്ടൂടെ വരുവാണെങ്കിൽ അത് എക്സ്ട്രാ ഒരു ബോണസായിട്ട് വരും. അപ്പോൾ റേറ്റ് കട്ട് വരുമോ എന്ന് അറിയില്ല, കാരണം ഇത്ര ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളതുകൊണ്ട്. പക്ഷേ റേറ്റ് കട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കോർപ്പറേറ്റ്സിനൊക്കെ അതൊരു വലിയ സഹായമാകും. അപ്പോൾ അവരെയും കൂടെ സഹായിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ, ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സിനകത്ത് പ്രത്യേകിച്ച് ഇളവൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ചൈനയിൽ കൊടുക്കുന്ന അത്രയും ടാക്സ് തന്നെ ഏകദേശം കോർപ്പറേറ്റ് ടാക്സ് തന്നെയാണ് നമ്മുടെ ഇവിടെ. അപ്പോൾ ഇനി അല്ലെങ്കിൽ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിലേക്കാണ് ഒരു 20%. നമ്മളല്ലേ അവർ ഏകദേശം ഒരു കോമ്പീറ്റ് ചെയ്യുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വേണേലും വരാം. അപ്പോൾ അവിടെ ഒരു ആനുകൂല്യം അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റിനകത്ത് ചെറിയൊരു കട്ടോടെ കൊടുക്കാം. പക്ഷെ അത് ലോൺ എടുക്കുന്നവർക്കൊക്കെ വളരെ ബെനിഫിഷ്യലാവും. അതെ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലകളിൽ ലിക്വിഡിറ്റി വളരെ കുറവാണ്. പ്രധാനമായിട്ടും ഗോൾഡ് ലോൺ മാത്രമേ ഇപ്പോൾ കൂടുതൽ പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ബാങ്കിങ് മേഖലയ്ക്കും ഉണ്ട്. ഒരു പക്ഷേ അങ്ങനെ കൂടെ ഒന്ന് ചിന്തിച്ചാൽ അത് വരുവാണെങ്കിൽ എക്സ്ട്രാ. ഇപ്പോൾ വരുന്ന ആഴ്ച മുഴുവൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോരോ വാർത്തകളുണ്ട്. ഇനിയിപ്പോൾ ഡൽഹി ഇലക്ഷൻ, പിന്നെ റേറ്റ് കട്ട്, RBIയുടെ പോളിസി ഉണ്ട്, പിന്നെ വരുന്ന മാസങ്ങളിൽ ബീഹാർ ഇലക്ഷൻ. ഓക്കെ. ഈവൻ നമ്മുടെ ഈ ഒരു കേസ് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടിന് വരാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസിൽ 100% വരെ ഇനി ഫോറിൻ പാർട്ടിസിപ്പേഷൻ വരാം എന്നുള്ളതിനെ കുറിച്ച് വന്നു. അപ്പോൾ അത് ഇനി ഫോറിൻ ഫണ്ട് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള ചാൻസിനെ കുറിച്ച് എന്താണ് കാണുന്നത്? ഫോറിൻ ഫണ്ട് ശരിക്കും പറഞ്ഞാൽ അവർക്കിപ്പോൾ ഈ കറൻസി വീക്ക് ആകുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ആനുകൂല്യങ്ങളൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ നല്ല രീതിയിൽ ഫണ്ട് ഫ്ലോ പുറത്തേക്ക് പോകുന്നത്. എല്ലാ മാസവും 50,000 കോടി രൂപയ്ക്ക് അടുത്ത് ഇവർ വിറ്റ് പോകുന്നു. ഇതുവരെ വിറ്റ് പോകുന്നത് അവർ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 3-4% ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെയാണ് മാർക്കറ്റ് ഇത്രയും കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയി അത്തരത്തിലുള്ള ഇനി വരുന്ന ഇപ്പോൾ ബില്ല് വരുന്നു അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവർക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത്രയും ഫാസ്റ്റായിട്ട് ഉള്ള മാർക്കറ്റ്. പിന്നെ ഈ ട്രംപ് കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്യുമോ അതുപോലുള്ള ഒരു ഇതോടെ ഉള്ളതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ഫണ്ട് വീണ്ടും തിരിച്ച് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു കാരണമാവാം. പക്ഷേ എന്നാലും നമ്മുടെ ഇവിടെ ശക്തമായി വരുന്ന റീറ്റെയിൽ ട്രേഡേഴ്സ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ അതുപോലെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ അവർ വിറ്റാൽ തന്നെ തിരിച്ചു മേടിക്കാൻ കപ്പാസിറ്റിയുള്ള SIP ഫ്ലോ ഉണ്ട്, അവരുടെ എല്ലാ ഫണ്ടുണ്ട്. അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിന് എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഉണ്ട്. പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വലിയ ഫണ്ടിനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാർക്കറ്റിലുണ്ടാവും. ഈ സൈക്കിൾ ചേഞ്ച് ആകുമ്പോൾ വീണ്ടും ഫണ്ട് തിരിച്ചു വരും. ഈവൻ എനിക്ക് തോന്നുന്നു ഈ ടൈമിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ എവിടെയാണ് വാല്യുവേഷൻ ഉള്ളത്. കാരണം ഇപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങളുള്ളവരും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലാണ് നമുക്ക് എല്ലാവർക്കും അട്രാക്ഷൻ ഉള്ളത്. പക്ഷേ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആദ്യം അവർ പിടിക്കാൻ പോണത് വലിയ കമ്പനികളായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വാല്യുവേഷനും അവിടെയാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ അലോക്കേഷനൊക്കെ കുറച്ച് ലാർജ് ക്യാപ്പിലേക്കൊക്കെ ഒന്ന് നോക്കി
ചെയ്യുന്നതും പിന്നെ ഒരു സെക്ടറൽ ഫണ്ടൊക്കെ ചെയ്യുന്ന ടൈമിൽ അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യണം കുറച്ചും കൂടി നല്ലത്. സെക്ടറിലൊക്കെ 5 വർഷത്തെ വളർച്ചയൊക്കെ പല സ്റ്റോക്കിന്റെ പ്രൈസിലും കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇപ്പൊ കറക്ഷനിൽ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും മാറ്റം ഒരു ഫെയർ വാല്യുവേഷനിലേക്ക് വന്നത് ലാർജ് ക്യാപ്പ് കമ്പനികൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതിനകത്തൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഐ തിങ്ക് നമ്മൾ ഏകദേശം ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് ബഡ്ജറ്റിനെ കുറിച്ചിട്ട്. വേറെ എന്തെങ്കിലും മഞ്ചേഷന് നമ്മുടെ ഡിസ്കഷനിൽ പെടുത്താത്തതായിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല, ഈ ബഡ്ജറ്റ് വന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ FI ഫ്ലോ ഔട്ട് ഫ്ലോ ഉണ്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു എന്നതുകൊണ്ട് SIP ചെയ്യുന്നവരാരും ഇതൊന്നും നിർത്തരുത്. നിങ്ങൾ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന തന്നെയാണ്. നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തുക, ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ മൊത്തം അസറ്റിൻ്റെ ഒരു നമ്മുടെ പ്രായമൊക്കെ കൺസിഡർ ചെയ്ത് ഒരു 20-30% സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഐ തിങ്ക് ഇന്നത്തെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നമ്മുടെ ഏറ്റവും വലിയൊരു കുഴപ്പം വരുന്നത് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്താണ് ഇപ്പോൾ ഡെഫിസിറ്റ് എനിക്ക് 4.4. അതെ, അത് നല്ലതാണ്. അത് നല്ലതാണ്. അപ്പോൾ അതും മീറ്റ് ചെയ്ത് ആൻഡ് വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ന്യൂസൊന്നുമില്ല. പബ്ലിക്കിന് വളരെ ഹാപ്പി ആവുന്ന വിധത്തിൽ ടാക്സ് റിബേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതും ഇറ്റ്സ് എ ഗുഡ് ബഡ്ജറ്റ് ഫോർ എ നോർമൽ പീപ്പിൾ. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു അത്ര വലിയ രീതിയിലുള്ള മോശമൊന്നും ഇല്ലാത്തതിൻ്റെ വലിയ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് STT കട്ട് വരിക, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിൽ നല്ല രീതിയിലൊരു അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ എന്തെങ്കിലും വരികയാണ്. ഓക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ടാക്സ് സ്ലാബ് കൂട്ടിയ ടൈമിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ ഗെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെയും ഈ റിബേറ്റും തമ്മിൽ യാതൊരു ബന്ധമില്ല, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അതും ഒന്ന് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു നല്ലൊരു ഒരു ഇൻസൈറ്റ് ആയിരിക്കും ഇത് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ഞാൻ ഒത്തിരി ഇങ്ങനത്തെ സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഞ്ചേഷും ഞാനും കൂടി കുറച്ചും കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്ന് ഒരുമിച്ചിരുന്ന് പറയാനുള്ളൊരു സമയം കിട്ടാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ചെയ്യാത്തത്. പക്ഷേ പറ്റുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതേമാതിരത്തെ സെഷനുകളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ആൻഡ് ഓക്കെ, ഇനി കാണാം അല്ലേ? ശരി, താങ്ക് യു, ബൈ.